മിഴിയോരം. നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ നിന്ന് ഞാൻ അതിഥിയെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മ്യൂസിക് ടീച്ചറിനെയാണ്. അപ്പോൾ ഒരു സംഗീത സാന്ദ്രമായ ഒരു പ്രോഗ്രാം തന്നെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ ഞാൻ പരിചയപ്പെടുത്താം എന്റെ അതിഥി. എന്നോടൊപ്പം ഉള്ളത് അരുൺ KP ആണ്. നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. അപ്പൊ മ്യൂസിക് ടീച്ചറാണ് അല്ലെ? എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഞാൻ അബുഷാഗാരയിലെ സൗപർണിക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഡാൻസ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്നത്. എത്ര നാളായി അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി? കറക്റ്റ് ഇന്നത്തേക്ക് 1 വർഷവും 10 ദിവസമാകും. ഒരു വർഷവും 10 ദിവസവുമാണ്. അപ്പൊ നാട്ടിലും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു? നാട്ടില് പഠിപ്പിക്കലുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ഗാനമേളക്ക് പോകുമായിരുന്നു, അങ്ങനെയൊക്കെ എല്ലാ പരിപാടികളൊക്കെ. സംഗീതമയ ജീവിതം, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം അവിടെയും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇവിടെയും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് പഠിപ്പിച്ചിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷവും കഴിഞ്ഞു. അപ്പൊ ശരിക്കും ഒരു മ്യൂസിക് ടീച്ചറാണല്ലോ. ഞാൻ ആദ്യം തന്നെ ഇപ്പൊ പാട്ടൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് എന്തൊക്കെ ടിപ്സ് ആണ് കൊടുക്കുന്നത്? പാട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ ആദ്യം തന്നെ ഒരു സാറിനെ കണ്ടെത്തുക, അവിടെ പോയി പഠിക്കുക. അത്രേ ഉള്ളൂ അല്ല? എന്തിനും അവർക്ക് എന്തൊക്കെയാണ് അവര് ശരിക്കും ദിവസം ചെയ്യണത്? അത് ലക്ഷ്മി, പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പണ്ടത്തെ കാലത്തെ പോലെ കുട്ടികൾ ഇപ്പോൾ ആത്മാർത്ഥതയോട് പഠിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഈ ചെറിയ കുട്ടികളുടെ കൂടെ വരും, ഞങ്ങളും വലിയ ആത്മാർത്ഥതയോട് പഠിച്ചിട്ടൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് സംഗീതത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് പഠിച്ചവരാണ് ഒരുപാട് പേരുള്ളത്. അതുകൊണ്ട് അവർക്ക് അതിന്റെ റിസൾട്ട് ഉണ്ട്. ഇന്ന് എവിടെ വേണമെങ്കിൽ പാടാനും പറ്റും, എങ്ങനെ വേണമെങ്കിൽ പാടാനും പറ്റും. പക്ഷെ നമുക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് പ്രാക്ടീസ്. ഒന്നാമത് ജീവിത പ്രാരാബ്ധങ്ങളുടെ ഇടയിൽ എല്ലാവർക്കും മ്യൂസിക്കിനായിട്ട് ഒഴിഞ്ഞു വെക്കാൻ ഒരു സമയമില്ല. എല്ലാവരും അവരുടെ ജീവിതം കണ്ടെത്തുന്ന തൊഴിലിലോട്ട് പോവുകയാണ്. ഞാൻ സംഗീത കോളേജ് പഠിച്ച ആളാണ്. ട്രിവാൻഡ്രം സ്വാധീനം സംഗീത കോളേജാണ് എൻ്റെ ഡിഗ്രി കഴിഞ്ഞത്. പക്ഷെ എന്നിട്ട് പോലും നമുക്കിപ്പോൾ മ്യൂസിക് പോസ്റ്റ് ഇല്ല കേരളത്തിലൊന്നും. പണ്ട് ഞാൻ പഠിച്ച സമയത്ത് മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൾഫിൽ വന്നിട്ട് ഇതുപോലെ കുട്ടികളെ പഠിപ്പിക്കേണ്ട അവസ്ഥ വന്നു. ശരിക്കും നാട്ടിലെയും ഇവിടുത്തെയും കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2 രീതിയിലുള്ള കുട്ടികളെ, 2 സ്ഥലങ്ങളിലുള്ള കുട്ടികൾ, ഒരു പക്ഷെ മലയാളികൾ തന്നെ ആയിരിക്കാം, എന്നാലും രണ്ടിടത്തുമുള്ള വളരുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ള നാട്ടിലുള്ള കുട്ടികളും ഇവിടെയുള്ള കുട്ടികളും? നാട്ടിലുള്ള കുട്ടികൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എന്താ പറയണ്ടേ, ഇവിടുത്തെ കുട്ടികളെ ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. നാട്ടിലെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമേ ശരിക്കും നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുള്ളൂ. അപ്പൊ നമുക്ക് പഠിപ്പിക്കാനും എളുപ്പമാണ്. അതായത് ഇന്ന് ടാലന്റ് ഉണ്ട്, എനിക്ക് പഠിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും നാട്ടിൽ. തീർച്ചയായിട്ടും. പിന്നെ അച്ഛനമ്മമാർക്കും ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇവിടെയുള്ള എനിക്ക് തോന്നുന്നു കൂടുതലും അച്ഛനമ്മമാർക്കാണ് കൂടുതൽ താല്പര്യം തോന്നുന്നത്. ചില കുട്ടികൾ ടാലന്റഡ് അല്ലാത്ത കുട്ടികളുണ്ട്, പക്ഷെ എനിക്ക് ഭാഗ്യം സിദ്ധിച്ച് നല്ല കുട്ടികളാണ് പാടുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഈ നന്നായിട്ട് പാടുന്ന കുട്ടികൾ കിട്ടുമ്പോൾ നമുക്കും പഠിപ്പിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും, നമുക്ക് തൊണ്ടയ്ക്ക് ഒരു സുഖമാണ്. അല്ലെങ്കിൽ ഭയങ്കര അയ്യോ പാടി 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 നമ്മൾ. അപ്പൊ നമുക്കിനി അധികം വർത്തമാനത്തിലൊന്നും പോകാം, ഒരു നല്ല പാട്ടിലോട്ട് പോയാലോ? അപ്പൊ ഏത് പാട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക്? ഞാൻ ഉള്ളടക്കം എന്ന ഫിലിമില് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച് തകർത്ത, ദാസേട്ടൻ പാടി തകർത്ത മനോഹരമായ പാട്ട് ഞാനൊന്ന് പാടാൻ ശ്രമിക്കുകയാണ്. തെറ്റുകളൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. ആദ്യം തന്നെ മ്യൂസിക് ടീച്ചറിനൊക്കെ പറഞ്ഞ് പൊക്കി വിട്ടിട്ട് അവസാനം പാട്ട് കൊള്ളാണെങ്കിൽ ഓക്കെ തീർച്ചയായും. അന്തിവയിൽ പൊന്നുതിരും വേദൻ സ്വന്തവുമാ, വെള്ളിമുകിൽ പൂവണിയും വഞ്ചനത്താഴ്വരയിൽ അണിമഞ്ഞു മൂടുമേ നവരംഗ സന്ധ്യയിൽ അരികേവാ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതിരും വേദൻ സ്വപ്നവുമായി, വെള്ളിമുകിൽ പൂവണിയും വഞ്ചനത്താഴ്വരയിൽ. കാറ്റിൻ ചെപ്പുകിലുങ്ങി ദലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. കാറ്റിൻ ചെപ്പുകിലുങ്ങി ദലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. പനി നീക്കിനാന്തളിൽ പ്രണയാങ്കുരം
ഇതു നമ്മൾ ചേരും സുഗന്ധതീരം. അന്തിവയിൽ പൊന്നുതീരും വേദൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയിൽ. വർണ്ണപതംഗം തേടും മൃദുയൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയ സംഗമം. വർണ്ണപതംഗം തേടും മൃദുയൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയ സംഗമം. കൗമാരമുന്തിരി തളിർവാടി കുളിരാർന്നുവല്ലോ വസന്തരാഗം. അന്തിവയിൽ പൊന്നുതീരും വേദൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയിൽ. കണിമഞ്ഞു മൂടുമേ അവരംഗസന്ധ്യയിൽ അരികേവാ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതീരും വേദൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയിൽ. ടെൻഷൻ എടുപ്പിച്ചിരുന്നു എന്നെ തുടക്കത്തിൽ തന്നെ. എനിക്ക് പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ടെൻഷൻ കണ്ടിട്ട് എനിക്കൂടെ ടെൻഷൻ വന്നിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിക്കൊണ്ട് നന്നായി തന്നെ പാടിയിട്ടുണ്ട്. ഒരു മ്യൂസിക് ടീച്ചറോട് ഇത് പറയേണ്ട ആവശ്യമില്ല. ലക്ഷ്മിയുടെ ഒരു എനർജി കിട്ടിയപ്പോൾ കുറച്ചൊക്കെ എന്തൊക്കെയായി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞില്ല ഗാനമേളകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഗാനമേളകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആൽബത്തിലൊക്കെ പാടിയിട്ടുണ്ട്. ആൽബത്തിൽ പാടിയിട്ടുണ്ട്, ഇപ്പം ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എന്തോ ഒരു അറിയില്ല, ഒരു ആകസ്മികമായിട്ട് ഈ ദിവസം തന്നെയായിരുന്നു എന്റെ റെക്കോർഡിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏത് സിനിമയായിരുന്നത്? അത് സിനിമയുടെ പേര് പറയാൻ എനിക്ക് ചെറിയൊരു മടിയുണ്ടെങ്കിൽ കൂടി തന്നെയും എന്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് എനിക്ക് പറയുന്നത് യാതൊരു മടിയില്ല. കുരുത്തം കെട്ടവൻ ആയിരുന്നു പടത്തിന്റെ പേര്. കുരുത്തം കെട്ടവൻ പേര് പോലെ തന്നെ പടം ഏകദേശം കുരുത്തം കെട്ടുപോയി, പടം വിജയിച്ചില്ല. അല്ലെങ്കിലും അതിൽ പാടാൻ ഒരു അവസരം കിട്ടി. ശരിക്കും നമ്മളിപ്പോ ഗാനമേളകൾ പാടി ആൽബങ്ങളിലൊക്കെ പാടിയെങ്കിലും ബിഗ് സ്ക്രീനിലെ സ്വന്തം ശബ്ദം കേട്ടപ്പം എന്തായിരുന്നു അനുഭവം? അത് വലിയൊരു മഹാനുഭവമായിരുന്നു. ഞാൻ വളരെ പ്രതീക്ഷയോടെ എന്റെ സ്വപ്നമായിരുന്നു ഒരു സിനിമയിൽ പാടുക, തിയേറ്ററിൽ എന്റെ ശബ്ദം കേൾക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാനങ്ങനെ വലിയ ആഗ്രഹത്തോടു കൂടി സിനിമാ തിയേറ്ററിൽ പോവുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടല്ലോ, ആകെപ്പാടെ 3 ആളേ ഉള്ളൂ, ഞാനടക്കം 4 ആള് സിനിമ കാണാൻ വേണ്ടി. ഞാനൊരു സിനിമയെ കുറവാക്കി പറയുന്നു, കളിയാക്കി പറയുന്നല്ല കേട്ടോ, ഒരവസ്ഥ പറഞ്ഞതാണ്. അപ്പം പാടിയ സമയത്ത് എനിക്ക് അപ്പൊ എന്റെ പാട്ട് വരികയാണ്. പാട്ട് വന്ന സമയത്ത് ഞാനിങ്ങനെ കരയാണ് ഭയങ്കരമായിട്ട്. അതിങ്ങനെ പറയാൻ പറ്റും ഇങ്ങനെ പബ്ലിക്കായിട്ട്? സന്തോഷം കൊണ്ടുള്ള കരച്ചിലല്ലേ വരുന്നത്? ആയിരിക്കാം, സന്തോഷം കൊണ്ടായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ കരയാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട്. അപ്പൊ തൊട്ടടുത്തുള്ള ആൾ ചോദിക്കാം, നിങ്ങൾ എന്തിങ്ങനെ കരയുന്നത്, അതിന് സങ്കടപ്പെടാനെന്നുള്ള സംഭവമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഞാനാണ് ആ പാടിയത് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു. കാരണം എന്റെ ശബ്ദം ആദ്യമായിട്ട് ഭയങ്കര DJs എഫക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പൊ നമ്മുടെ എന്താ പറയണ്ട വല്ലാത്തൊരു ആഗ്രഹം സാധിച്ചു. അത് സാധിച്ചു തന്നത് എന്റെ ക്ലോസ് ഫ്രണ്ട്സായ സംഗീത്, രമേശ്, അവരിപ്പം കേരളത്തിൽ നിന്ന് കാണുന്നുണ്ടാവും. അവരോട് ഞാൻ ഈ അവസരത്തിൽ ഒരു ബിഗ് ഹായ് പറയാണ്, താങ്ക്സ് പറയാണ്. അല്ലെ 2 വരികൾ നമുക്ക് വേണ്ടി ഒന്ന് മൊഴിയാലോ? അത് പാടാം, മൈക്ക് വേണോ? മൈക്കിൽ തന്നെ പാടിക്കോളൂ. അത് 2 വരി പാടാം കേട്ടോ, ഒരു ദുഃഖാനാണ്, അതുകൊണ്ടാണ്. ഒരു ചിരിയാൽ എന്നുടെ കണ്ണീരൊപ്പിയ മഞ്ഞശലഭപ്പൂവേ, നിഴലുപോലെ നിറം മറന്നു നീയും വാടുകയാണോ, നീയും വാടുകയാണോ. പിന്നെ നേരെ അനുഭവത്തിലേക്ക് പോവാണ്, കുറച്ചും കൂടി ദുഃഖമായി. ഓക്കെ, അപ്പൊ നമുക്കത് വേണ്ട അല്ലേ? അപ്പം ശരിക്കും പാട്ടുകൾ ഇപ്പൊ ഏത് ടൈപ്പ് പാട്ടുകളാണ് ഇഷ്ടം? എനിക്ക് പാടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം മെലഡിയാണ്. മെലഡിയും ദുഃഖഗാനങ്ങളും ഇഷ്ടം. എന്താണെന്ന് അറിയില്ല, പണ്ടുകൊണ്ടുള്ള ഒരു ആഗ്രഹമാണ് പാടുന്നത്. അങ്ങനത്തെ സോങ്സ് ആണ് ഇഷ്ടം. ഏതൊക്കെ ഇപ്പൊ ഏത് ഭാഷയിലെ പാട്ടുകൾ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ മലയാളമേ പാടൂ, ഹിന്ദിയെ പാടൂ, അങ്ങനെയുണ്ടോ? അതോ എല്ലാ ഭാഷകളിലെയും പാട്ടുകളോട്? ഹിന്ദിയും പാടാറുണ്ട് അത്യാവശ്യം. പക്ഷെ എങ്കിലും നമ്മൾ സ്റ്റേജിൽ നീ അടിച്ചു പൊളിച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് പറ്റില്ല. മര്യാദക്ക് നിന്ന് പാടുക, പോവുക, നമ്മൾ ഒരു പൈസ വാങ്ങി പോകുന്നല്ലാണ്ട് പൈസ വാങ്ങും അതൊക്കെ പോവാന്നല്ലാണ്ട്. ഹിന്ദി സോങ് ആയാലോ? ഹിന്ദി ഞാനൊരു എന്താ പറയാ ഒരു റാഫി സാറിന്റെ ഒരു പാട്ടാണ്, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാം. ലക്ഷ്മി പറഞ്ഞുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാം. चाहूंगा मैं तुझे सांझ सवेरे
फिर भी कभी अब नाम को तेरे आवाज मैं न दूंगा, आवाज मैं न दूंगा। चाहूंगा मैं तुझे सांझ सवेरे, देख मुझे सब है पता, सुनना है तू मन की सदा। देख मुझे सब है पता, सुनता है तू मन की सदा। मितवा मेरे यार तुझको बार बार आवाज मैं न दूंगा, आवाज मैं न दूंगा। चाहूंगा मैं तुझे सांझ सवेरे। താങ്ക് യു. അപ്പൊ ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ ഒരു സിനിമയെ പാടിയെ കുറിച്ച് പറഞ്ഞു, പിന്നെ ആൽബം സോങ്സും ഡിവോഷണൽ ആൽബം ആയിരുന്നോ പാടിയിരുന്നത്? പാടിയത് ഞാൻ 2005-6 കാലഘട്ടങ്ങളിലായിരുന്നു. ഡിവോഷണൽ ആൽബം ആയിരുന്നു. ഡിവോഷണൽ ആൽബമായിരുന്നു. എനിക്ക് സത്യം പറയാൻ വരിയെന്ന് ഓർമ്മയില്ല, അല്ല പാടായിരുന്നു. ഒരു ആൽബം ഞാൻ ആദ്യമായിട്ട് പാടുന്ന ഒരു ആർദ്രം എന്ന് പറഞ്ഞൊരു ആൽബമാണ്. അത് യൂട്യൂബിൽ ആ സമയത്തൊക്കെ കുറച്ച് ഹിറ്റായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഒരു പ്രണയഗാനമാണ്. പ്രണയഗാനം പാടാൻ ഇഷ്ടമാണ് കേട്ടോ, നേരത്തെ അത് പറയാൻ പ്രണയഗാനം ഇഷ്ടമാണ്. അപ്പോൾ ആ പാടിയ സമയത്ത് ഒരുപാട് വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഗാനമേള കൂടുതൽ സജീവമായി. പിന്നെ നമ്മുടെ കണ്ണൂർ നാടിനെ അപേക്ഷിച്ച് നമുക്ക് വളരാനുള്ളൊരു സ്റ്റുഡിയോ അതുപോലെ TV മേഖലകൾ അങ്ങനെയൊന്നും ഇല്ല. തിരുവനന്തപുരത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവസരങ്ങൾ കിട്ടുമായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യമൊക്കെ ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ വന്നിട്ട് ഈ സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്യുകയായിരുന്നു. ഞാൻ ഈ സ്കൂളിൽ തന്നെ വന്നത്. അവർ ഇന്റർവ്യൂ ചെയ്തിട്ട് വരികയാണ് സൗവർണിക ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം എനിക്ക് ഒരുപാട് അത്യാവശ്യം പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. ഗാനമേളയുണ്ട്. 11-ാം തീയതി കരാമ സെന്ററിലുണ്ട്. ലക്ഷ്മി വരുവാണെങ്കിൽ കാണാം. ഭാവി പരിപാടികൾ ഏതൊരു ഗായകനെ പോലെയും ആഗ്രഹം പാട്ടിൽ തന്നെ ജീവിക്കുക, പാട്ടിൽ തന്നെ എന്താ പറയുക, ജീവിച്ചുകൊണ്ടിരിക്കുക. അതാണ് ആഗ്രഹം. സിനിമ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പം കുറച്ച് ദൈവം സഹായിച്ച് കുറച്ച് അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ കൺഫേം ആയിട്ടില്ല. അതിനുശേഷം പറയുന്നതായിരിക്കും കുറച്ചൊരു ഭംഗി. ഈ ഡബ്ബിംഗ് ഫിലിമൊക്കെ ഉണ്ടല്ലോ, റീമേക്ക് ഫിലിം, അതിലൊക്കെ പാടാൻ ഒരാളിങ്ങനെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൾഫിലായതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം കൊണ്ട് അയാളിങ്ങനെ ഇരിക്കുകയാണെങ്കിലും ട്രാക്കൊക്കെ അയച്ചു കൊടുത്തിട്ടൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് ഈ പരിപാടി ഇവിടെ ഞാനിപ്പോൾ ഇന്ന് എത്തിപ്പെടാൻ എനിക്ക് ഒരു അവസരം ഒരുക്കി തന്ന പ്രീതി ചേച്ചിയാണ്. പ്രീതി ചേച്ചിയാണ് എനിക്കിപ്പോൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഒരു NTV ഒരു അവസരം തന്നത്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി ചേച്ചിയുടെ ഇഷ്ടഗാനം ഞാൻ ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. അത് മഴ കൊണ്ട് മാത്രം എന്നുള്ളൊരു പാട്ട്. എനിക്ക് ലേശം വെള്ളം കുടിക്കാൻ പറ്റും, കാരണം ഈ ഗായകരുടെ ഒരു പ്രശ്നമാണ്, ഇടയ്ക്കിടയ്ക്ക് തൊണ്ട നനച്ചോണ്ടിരിക്കും. സോറി കേട്ടോ. മഴ കൊണ്ട് മാത്രം. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനായി മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ തുമ്പുമായി പറയാത്ത പ്രിയതരമാമൊരു വാക്കിൻ്റെ മധുരം പടർന്നൊരു ചുണ്ടുമായി വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമോന ചഷകത്തിൻ ഇരുപുറം നാം. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ.
താങ്ക് യു. അപ്പൊ നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് വിജയ് പാടിയ. ഓക്കെ, അപ്പൊ ഇത് നമ്മള് പ്രീതി ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ ഇനി നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാം. അപ്പൊ നമുക്ക് ഒരു കരോക്കെ വെച്ച് ഒരു പാട്ടും കൂടെ പാടാം. അതിലേത് പാട്ടാണ്? കരോക്കെ വെച്ച് ഒരു പാട്ട് കൂടി പാടാം. ഞാൻ ഹൃദയ സരസിൽ മൊത്തം മെലഡി ആയി പോകും. ഇല്ല, കുഴപ്പമില്ല. എന്റെ ഇഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് പഴയ കാലത്ത് ശ്രീകുമാരൻ തമ്പി സാറിന്റെയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു പാട്ടാണ് അസൈഡും പാടിയ പാടാം. ഹൃദയ സരസിൽ അല്ലേ? ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അകലിനീലിത വിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദു. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എന്നനുരാഗത്തവോ മനസീമയിൽ, എന്നനുരാഗത്തവോ മനസീമയിൽ, ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാത്തി, ഇത്രയോ അരുണിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാത്തി, ഇത്രയോ അരുണിമ നിൻ കവിളിൽ. എത്ര സമുദ്ര ഹൃദന്തം ചാത്തി, എത്ര സമുദ്ര ഹൃദന്തം ചാത്തി, എത്രയോ നീലിമ നിന്റെ കണ്ണിൽ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അകലിനീലിത വിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദു. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ,
താങ്ക് യു സോ മച്ച്. ഇവിടെ വന്ന് ഈ ഒരു എപ്പിസോഡ് സംഗീതം കൊണ്ട് സമ്പന്നമാക്കിയതിന് താങ്ക് യു സോ മച്ച്. Thank you so much. അപ്പൊ അരുൺ ഇനി ഭാവി ജീവിതത്തിൽ ആഗ്രഹം പോലെ തന്നെ നല്ല പാട്ടുകളും സിനിമയിലൊക്കെ പാടാൻ അവസരം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ലക്ഷ്മി. എനിക്ക് അവസരം തന്ന എല്ലാവരോടും ഇത് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വാസത്തോടെ അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.